ഇവനിടയ്ക്ക് ഒന്നും നടക്കൂല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ആ പണി നിർത്തി. ഇന്നിപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുരന്തം അത് തന്നെയാണ്. അന്നേ ഞങ്ങളിൽ ആരംഭിച്ച ദുരന്തം തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇതിനകത്ത് കേന്ദ്രത്തിന്റെ ഒരു നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണത്തെ മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് സാധ്യമല്ല. സംസ്ഥാന സർക്കാരിന് മറികടക്കാൻ സാധിക്കുന്ന നിയമമല്ല വന നിയമം എന്ന് നിങ്ങൾ ഓർക്കണം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരയാത്ര കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വെച്ച്, കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാലിൽ വെച്ചാണ് സമരയാത്രയുടെ ഉദ്ഘാടനം നടന്നത്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. UDF നേതാക്കളുണ്ടായിരുന്നു, PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു, KPCC പ്രസിഡന്റ് K സുധാകരനും ഉണ്ടായിരുന്നു. ജാഥ ഉദ്ഘാടന ചടങ്ങിൽ വലിയ ജനപങ്കാളിത്തത്തോടെ നടത്താൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും അത്ര വലിയ ജനപങ്കാളിത്തം ഉണ്ടായില്ല കോൺഗ്രസ് കേന്ദ്രത്തിലായിട്ട് പോലും എന്ന വിമർശനം കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴേ ഉയർത്തിയിട്ടുണ്ട്. കരുണാകര വിഭാഗം വേണ്ടത്ര സഹകരിച്ചില്ല എന്ന ആരോപണം സതീശൻ വിഭാഗം ഉയർത്തിയിട്ടുണ്ട്. പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല എങ്കിലും എന്നിരുന്നാലും K സുധാകരന്റെ തട്ടകത്തിൽ പോയി ജാഥയുടെ ഉദ്ഘാടനം സംഘടിപ്പിക്കാൻ വി ഡി സതീശൻ കാണിച്ച ധൈര്യമുണ്ടല്ലോ, അത് സമ്മതിക്കണം. അതിന് KC വേണുഗോപാലിന്റെ കൂടി പിന്തുണ ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ആളുകൾ കൂടിയത് എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. പക്ഷെ ആ ജാഥയിൽ വെച്ച് തന്നെ, ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് തന്നെ എന്തിനാണ് ഈ ജാഥ എന്ന് ചോദിച്ചു K സുധാകരൻ. അദ്ദേഹം പറഞ്ഞു, ഈ ജാഥ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. ഞാൻ നേരത്തെ വനം മന്ത്രിയായിരിക്കുന്ന കാലത്ത് തുടങ്ങിയതാണ് ഈ പരിപാടി, പക്ഷെ എവിടെയും എത്തിയില്ല. എന്ന് വെച്ചാൽ വന്യജീവി ആക്രമണം തടയാനുള്ള നടപടികൾ ഞാൻ വനം മന്ത്രിയായിരിക്കുമ്പോഴേ തുടങ്ങിയതാണ്, പക്ഷെ അത് എവിടെയും എത്തിയില്ല. പിന്നീട് അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഈ വന്യജീവി ആക്രമണത്തിന് വേണ്ടിയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു വെക്കുന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ. ആ വാക്കുകൾ കേൾക്കാം. ഞാൻ ഒരുപാട് നോക്കിയതാണ് ഞാൻ ഈ വനംവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ എനിക്കറിയാം ഈ മൃഗങ്ങളൊക്കെ, ആനയും അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളും ഒക്കെ വന്ന് എല്ലാ കൃഷികളും നശിപ്പിച്ചു പോകുന്നു. കണ്ണീരൊളിഞ്ഞ കർഷകന്മാരെ ഞാൻ ആശ്വസിപ്പിക്കാൻ എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, അവരെല്ലാം ആശ്വസിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ച എല്ലാ ആളുകളും ഒന്ന്, ഇതിനകത്ത് കേന്ദ്രത്തിന്റെ ഒരു നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണത്തെ മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് സാധ്യമല്ല. സംസ്ഥാന സർക്കാരിന് മറികടക്കാൻ സാധിക്കുന്ന നിയമമല്ല വന നിയമം എന്ന് നിങ്ങൾ ഓർക്കണം. എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്, അത് എങ്ങനെയാണ് കലാശിച്ചത് എന്ന് വനം മന്ത്രിയായിരിക്കുമ്പോഴുള്ള അനുഭവം പങ്കുവെക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ സർക്കാർ ചെയ്യുന്നത്, LDF സർക്കാർ ചെയ്യുന്നത് തന്നെയാണ് ശരി, അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഞങ്ങളുടെ കാലത്തും അത് ചെയ്തിരുന്നു, പക്ഷേ വേണ്ടത്ര വിജയം കണ്ടില്ല. അതല്ലാതെ വേറെ വഴിയില്ല. LDF സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് മാത്രം ചെയ്താൽ മതി, അത് ചെയ്യുക മാത്രമേ വഴിയുള്ളൂ എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് K സുധാകരൻ ചെയ്തത്. ആ വേദിയിൽ വെച്ച്, ഉദ്ഘാടന വേദിയിൽ വെച്ച് വി ഡി സതീശന് കൊടുത്ത ഒന്നൊന്നര തിരിച്ചടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകിയ ഒരടി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി എന്തിനാണ് ഈ ജാഥ നടത്തുന്നത് എന്ന് അണികൾ തന്നെ വി ഡി സതീശനോട് ചോദിക്കുന്ന വിധത്തിലാണ് K സുധാകരന്റെ പ്രതികരണം. അതും കൂടി കേൾക്കാം. ഞാൻ ഈ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ നമുക്കറിയാം, ആനയെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറയേണ്ടതായിട്ടില്ല. ആനയെല്ലാം ചവിട്ടിപ്പൊളിച്ച് അകത്ത് കിടക്കുന്ന പാർട്ടിയാണ്. ഞാൻ ആദ്യമായി ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചിരുത്തി ചർച്ച നടത്തി. ഉദ്യോഗസ്ഥന്മാരും ഞാനും കൂടെ തീരുമാനമെടുത്തു. ഇലക്ട്രിക് ഫെൻസിങ്, എല്ലാ അതിർത്തിക്കും ഇലക്ട്രിക് ഫെൻസിങ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് ആക്കി കേരളത്തിൽ. പക്ഷേ ഞാൻ ധരിച്ചു ആ ഇലക്ട്രിക് ഫെൻസ് കെട്ടിയതിന് ശേഷം ആന ഒന്നും കടന്നു പോകൂല, മുറിച്ചു പോകൂല. പക്ഷേ ആന ആദ്യം ഈ തുമ്പിക്കൈ കൊണ്ടുപോയി അവിടെ വെക്കുമ്പോ തുമ്പിക്കൈ തെറിക്കും, അപ്പൊ ആന പോവും. അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോ ആന എന്താക്കി, ആന മരക്കൊമ്പ് മുറിച്ച് അടിച്ചു പൊട്ടിച്ച് മരക്കൊമ്പ് അടിച്ചു പൊട്ടിച്ച് ആ പൊട്ടിച്ച ആ മരക്കൊമ്പുമായി വന്ന് ഈ കമ്പി അടിച്ച് പൊട്ടിച്ച് ആന കടന്നുപോയി. അത് പോയപ്പോ നമ്മള് പരസ്പരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഇനി എന്താ മാർഗം? ഇനി നമുക്ക് മതില് കെട്ടാം. മതില് കെട്ടിയപ്പോഴും കുറെ നാള് ഇത് മതിലൊന്നും പൊളിക്കാതെ നിന്നു. പക്ഷെ പിന്നീട് ആന വന്ന് ഈ മതിൽ പൊളിച്ചു തകർത്ത് ആനയകത്തേക്ക് കടന്നുപോയി. 2ാം വട്ടം തോറ്റു. 3ാം വട്ടം നമ്മൾ ഇതിന്റെ ബോർഡറിൽ നമ്മൾ കുഴി കുഴിച്ച്
മീറ്റർ കണക്കിന് ആഴത്തിൽ മണ്ണ് മാന്തി മേലെടുത്ത് വെള്ളം നിറച്ചു വെച്ചു. ആന വന്ന് ആദ്യം നോക്കി, വെള്ളം കണ്ടപ്പോ ആന തിരിച്ചുപോയി. പക്ഷെ ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോ ആന വന്ന് ഈ കുഴിയിലകത്തേക്ക് മണ്ണ് കാലുകൊണ്ട് അടിച്ച് ചവിട്ടി 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 മണ്ണിട്ട് മണ്ണ് നിർത്തി ആന അകത്ത് കയറി. ആന പോയി. നമ്മളെ പിന്നെ അവിടെ പണി നിർത്തി. ഇവനെടുക്കെ ഒന്നും നടക്കൂല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ആ പണി നിർത്തി. ഇന്നിപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുരന്തം അത് തന്നെയാണ്. അന്നേ ഞങ്ങളിൽ ആരംഭിച്ച ദുരന്തം തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ ആഘോഷത്തോടു കൂടിയാണ് മലയോര സമരയാത്ര സംഘടിപ്പിക്കാൻ വി.ഡി. സതീശൻ തീരുമാനിച്ചത്. മലയോരത്തെ ജനങ്ങളെ കൂടെ നിർത്താൻ കഴിയണം. കാരണം മലയോര മേഖലയിൽ UDF-ന് നല്ല സ്വാധീനമുണ്ട്. കുടിയേറ്റ കർഷകരാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ മതവിഭാഗത്തിനും അതിലൂടെ UDF-നും നല്ല സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ വോട്ട് ചോർച്ച ഉണ്ടാകാൻ പാടില്ല. ആ വോട്ടുകൾ UDF-നോടൊപ്പം നിർത്തണം. UDF അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമെന്ന് അവരോട് പറയണം. LDF സർക്കാരിന്റെ കാലത്ത് ഇന്നതാണ് പരാജയം എന്ന് വിശദീകരിക്കണം. ഇതായിരുന്നു ജാഥയുടെ ലക്ഷ്യം. എന്നാൽ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് തന്നെ കെ സുധാകരൻ അത് പൊളിച്ചു കൊടുത്തു. എന്താണോ ജാഥ കൊണ്ട് ഉദ്ദേശിച്ചത്, എന്തിനാണോ ജാഥ നടത്തുന്നത്, അതെല്ലാം കെ സുധാകരൻ പൊളിച്ചടുക്കി എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം തിരിച്ചടിയാണ് നൽകിയത് ഉദ്ഘാടന വേദിയിൽ വെച്ച് വി.ഡി. സതീശന് കെ സുധാകരൻ. you